എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. എനിക്ക് കുറച്ചു മലയാളം അറിയാം. No more than this. ഇതിൽ കൂടുതൽ എനിക്കറിയില്ല. More I will come back and learn after the election. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന് കൂടുതൽ മലയാളം പഠിക്കാം. I just want to say today is the last day of the campaign. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് പ്രചരണത്തിന്റെ അവസാനത്തെ ദിവസമാണ്. I have been campaigning for elections for 35 years. 35 വർഷങ്ങൾ കൊണ്ട് ഞാൻ ഇലക്ഷൻ പ്രചരണം, തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. And I want to tell you that this is the happiest, most beautiful campaign I have ever been part of. നിങ്ങളോട് പറയട്ടെ, എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള, ഏറ്റവും മനോഹരമായ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇതാണെന്നാണ് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. You have given me too much love. നിങ്ങൾ എനിക്ക് ഒരുപാട് സ്നേഹം നൽകിയിട്ടുണ്ട്. Everywhere I have been, to every household, on the streets, every single place I have been, you have received me with love, with affection. You have treated me like a daughter, like a sister, like a mother. And I am really deeply grateful to you for this. ഞാൻ എവിടെ പോകുമ്പോഴും, അത് റോഡ് അരികിലാകട്ടെ, വീട്ടിലാകട്ടെ, നിങ്ങൾ എനിക്ക് ഒരുപാട് സ്നേഹവും ഇഷ്ടവും നൽകിയിട്ടുണ്ട്. നിങ്ങൾ എന്നെ അമ്മയായി, സഹോദരിയായി, നിങ്ങളുടെ മകളായാണ് നിങ്ങൾ കാണുന്നത്. അതിന് നിങ്ങളോട് എനിക്ക് വളരെയധികം കടപ്പാടുണ്ട്. Every morning I start very early and I finish late at night, but I never feel tired because of the love you are giving me. എല്ലാ ദിവസവും ഞാൻ വളരെ നേരത്തെ രാവിലെ പ്രചരണം ആരംഭിക്കും. തിരിച്ച് വീട്ടിലെത്തുന്നത് രാത്രി ഒരുപാട് വൈകിയാണ്. പക്ഷേ നിങ്ങൾ തരുന്ന സ്നേഹം കാരണം എനിക്ക് ഒരിക്കൽ പോലും ക്ഷീണം തോന്നിയിട്ടില്ല. So for me, it will be the greatest honor to represent you in Parliament. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുക എന്നത് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ആദരവായി ഞാൻ കണക്കാക്കും. I have travelled across Wayanad constituency. I've been this side, down the lower side, upper side, all sides of the constituency. ഞാൻ വയനാട് പാർലമെന്റ് മണ്ഡലം മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്ത്, മുകളിൽ, അങ്ങനെ എല്ലാ ഭാഗത്തും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. And I have tried to understand from all of you what your problems are. I have met farmers, banana farmers, rubber farmers, homestay owners, owners of small businesses like the ones I see here, shopkeepers. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കർഷകരെ കണ്ടു, വാഴ കൃഷി നടത്തുന്നവരെ കണ്ടു, റബ്ബർ കൃഷി നടത്തുന്നവരെ കണ്ടു, ഹോം സ്റ്റേ നടത്തുന്നവരെ കണ്ടു, അതുപോലെ ഇതുപോലെയുള്ള പല ചെറുകിട കച്ചവടക്കാരെയും ഞാൻ കണ്ടു. I have met young women trying to make a life for themselves, young men educated looking for employment opportunities. സ്വന്തം ജീവനോപാധിയുമായി മുൻപോട്ട് പോകുന്ന ചെറുപ്പക്കാരായ സ്ത്രീകളെ ഞാൻ കണ്ടു, ചെറുപ്പക്കാരായ വിദ്യാസമ്പന്നരായ ആൺകുട്ടികളെ ഞാൻ കണ്ടു. Young soccer players playing with great motivation. വളരെയധികം ഊർജ്ജത്തോടുകൂടി, പ്രചോദനത്തോടുകൂടി കളിക്കുന്ന ചെറുപ്പക്കാരായ ഫുട്ബോൾ കളിക്കാരെ ഞാൻ കണ്ടു. And every single person I have met has inspired me in some way or other. ഇവിടെ ഈ പ്രദേശത്ത് ഞാൻ കണ്ടിട്ടുള്ള ഓരോ വ്യക്തിയും ഓരോ വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I believe that all of you represent the most beautiful part of our country. നിങ്ങൾ ഓരോരുത്തരും ഇന്ത്യ എന്ന രാജ്യത്ത് ഏറ്റവും മനോഹരമായത് എന്താണോ അതിനെ നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Everything that is beautiful about India is here. ഇന്ത്യയിൽ എന്തൊക്കെ മനോഹരമായിട്ടുണ്ടോ അതെല്ലാം ഇവിടെയുണ്ട്, ഈ പ്രദേശത്തുണ്ട്. Love and brotherhood amongst Hindus, Muslims, Christians. ഹിന്ദുക്കളുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും ഉള്ള സ്നേഹവും സാഹോദര്യവും ഇവിടെ ഈ നാട്ടിലുണ്ട്. The motivation to build, to grow, to make a new enterprise for yourselves, to make a brighter future for yourselves. നിങ്ങൾക്ക് വളരാനും മെച്ചപ്പെട്ട ഒരു ഭാവി ഉണ്ടാക്കാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഒക്കെയുള്ള ഒരു പ്രചോദനം അത് നിങ്ങളിൽ ഇവിടെ ഉണ്ട്. Natural beauty, പ്രകൃതി സൗന്ദര്യം, everything is right here. എല്ലാം ശരിയായതെല്ലാം ഇവിടെയുണ്ട്, ഈ നാട്ടിലുണ്ട്.
Now you have given me so much. നിങ്ങളെ And you have stood by my brother Rahul at a time that was most difficult for him. നിങ്ങൾ എനിക്ക് ഒരുപാട് സ്നേഹം നൽകിയിട്ടുണ്ട്. അതുപോലെ എന്റെ സഹോദരൻ രാഹുലിന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങൾ അദ്ദേഹത്തോട് കൂടെ നിന്നിട്ടുണ്ട്. And I am his sister. So I know how sad he is to leave Wayanad. ഞാൻ അദ്ദേഹത്തിന്റെ സഹോദരിയാണ്. എനിക്ക് ഈ വയനാട് പാർലമെന്റ് മണ്ഡലം ഉപേക്ഷിച്ചു പോകാൻ വിഷമമുണ്ടെന്ന് അറിയാം. But I also know that he is happy that I am here instead of him. പക്ഷെ എനിക്കറിയാം അദ്ദേഹത്തിന് പകരം ഞാൻ ഇന്നിവിടെ ഉള്ളതിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ടെന്നും എനിക്കറിയാം. Because he knows that I know him. And he knows that I understand the deep respect and love he has for you. അദ്ദേഹത്തിന് അറിയാം ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നെന്ന് എനിക്കറിയാം. അതുപോലെ അദ്ദേഹത്തിന് നിങ്ങളോടുള്ള ആഴത്തിലുള്ള സ്നേഹവും ഞാൻ മനസ്സിലാക്കും. അദ്ദേഹത്തിന് അറിയാം. And he knows that I will work as hard as he did to fulfill your dreams, your expectations, and to build a better future for you. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ, നിങ്ങളുടെ പ്രതീക്ഷകൾ പൂർത്തിയാക്കാൻ, അതുപോലെ നിങ്ങൾക്കൊരു മെച്ചപ്പെട്ട ഭാവി ഉണ്ടാകാൻ അദ്ദേഹം എത്രമാത്രം കഠിനമായി പരിശ്രമിച്ചു അതുപോലെ കഠിനമായി ഞാൻ പരിശ്രമിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. You have long-standing problems here, like the night ban, like the man-animal conflict. Deep problems, old problems that we need to work together to find a resolution for. മനുഷ്യ വന്യജീവി സംഘർഷം, രാത്രി യാത്രാ നിരോധനം, അതുപോലെയുള്ള ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് അറിയാം. അത് പരിഹരിക്കാൻ നമ്മൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. And if we work hard to strengthen the farmers here and to create opportunities in food processing, packaging for the agricultural produce, and at the same time if we give a big push to tourism, I think you have a bright future ahead of you. ഇവിടുത്തെ കാർഷിക മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് ഭക്ഷ്യ സംസ്കരണത്തിലും പാക്കേജിലുമൊക്കെ ഒരുപാട് ശ്രദ്ധ പതിപ്പിച്ച് ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തിയാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നു. So if you give me a chance to repay this love, എനിക്ക് നിങ്ങൾ നൽകുന്ന ഈ സ്നേഹം തിരിച്ചു നൽകാൻ, മടക്കി നൽകാൻ ഒരു അവസരം നൽകിയാൽ, and to work hard for you, നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ, to fight shoulder to shoulder with you for all your problems to be resolved, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി നിങ്ങളോട് തോളോട് തോൾ ചേർന്ന് പോരാടാനുള്ള ഒരു അവസരം നൽകിയാൽ, then Rahul will tell you that I am the best fighter you can get. രാഹുൽ നിങ്ങളോട് പറയും നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച പോരാളിയാണ് ഞാനെന്ന് രാഹുൽ നിങ്ങളോട് പറയും. And like him, I will not bow, I will not bend, I will not compromise with our ideals, with the ideals of the Constitution and this country. അദ്ദേഹത്തെ പോലെ ഞാൻ ഒരിക്കലും ആരുടെ മുൻപിൽ മുട്ടുമടക്കില്ല, ഞാൻ ഒരിക്കലും കുനിഞ്ഞു കൊടുക്കില്ല. ഈ രാജ്യത്തെ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഒരിക്കലും അതിന്റെ പേരിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല. Now I learned one more line in Malayalam. ഞാനിപ്പോ മലയാളത്തിൽ ഒരു വരി കൂടെ പഠിച്ചിട്ടുണ്ട്. ഞാൻ വേഗം തിരിച്ചു വരും. So I will come back soon and meet you, and I ask my brother to address you. അപ്പൊ ഞാൻ വേഗം തിരിച്ചു വന്ന് നിങ്ങളെ കാണാം. ഇപ്പൊ ഞാൻ എന്റെ സഹോദരനോട് നിങ്ങളോട് സംസാരിക്കാൻ ആവശ്യപ്പെടുകയാണ്. Thank you നന്ദി. to my sister എന്റെ and to all of you. എന്റെ സഹോദരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. For me, my 5 years in Wayanad completely changed the way I think about my politics and my work. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വയനാട്ടിലുള്ള 5 വർഷങ്ങൾ ഞാൻ എങ്ങനെയാണോ രാഷ്ട്രീയത്തെ കാണുന്നത് അതിനെ പൂർണ്ണമായി മാറ്റിമറിച്ച ഒന്നാണ്. Because when I came here, I found that I had a completely different type of relationship with the people of Wayanad. വയനാട്ടിൽ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് ജനങ്ങളോട് വളരെ വ്യത്യസ്തമായ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. Normally, as politicians, we have a political relationship. സാധാരണ രാഷ്ട്രീയക്കാരെന്ന നിലയിൽ ജനങ്ങളോട് ഒരു രാഷ്ട്രീയമായ ബന്ധമാണ് നമുക്കുള്ളത്. It's like a transactional relationship. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നടക്കുന്ന ഒരു തരം ബന്ധം പോലെയുള്ള ഒരു ബന്ധമാണ് സാധാരണ ഉള്ളത്. You have to do this for us,
we will do this for you. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യണം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യും. അങ്ങനെ ഒരു ബന്ധമാണ് സാധാരണ ഉള്ളത്. But in Wayanad, that was not the type of relationship. പക്ഷേ വയനാട്ടിൽ അത്തരം ഒരു ബന്ധമല്ല ജനങ്ങളും നമ്മളും തമ്മിലുള്ളത്. And also, I realized one thing. I started politics in 2004. അത് മാത്രമല്ല, ഞാൻ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കി. ഞാൻ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് 2004-ലാണ്. And I became the MP of Wayanad in 2019. ഞാൻ വയനാട്ടിന്റെ ജനപ്രതിനിധിയായത് 2019-ലാണ്. And for 15 years in my politics, I did not use the word love. ആ 2004 മുതൽ 19 വരെയുള്ള 15 വർഷങ്ങൾ എൻ്റെ രാഷ്ട്രീയത്തിൽ സ്നേഹം എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിരുന്നില്ല. And after I came to Wayanad, the word love entered my political vocabulary. നിങ്ങൾക്കറിയോ, ഞാൻ വയനാട്ടിൽ വന്ന ശേഷം എൻ്റെ രാഷ്ട്രീയ പദസംഹിതയിൽ സ്നേഹം എന്ന വാക്കാണ് ഇടം പിടിച്ചത്. And when I went on the Bharat Chodo Yatra from Kanyakumari to Kashmir, the main idea of that yatra was to use love and affection as a political instrument. ഞാൻ ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടത്തിയപ്പോൾ ആ യാത്രയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സ്നേഹത്തെ, ഇഷ്ടത്തെ ഒരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുക എന്നതായിരുന്നു. Meaning, even if the person who is standing in front of you is abusing you, hates you, wants to hurt you, you don't respond in the same way. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആളെ നിങ്ങളെ അധിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ മുറിവേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ അപഹസിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അതേ രീതിയിൽ നിങ്ങൾ തിരിച്ചു പ്രതികരിക്കില്ല എന്നതാണ് അതിന്റെ അർത്ഥം. That is what I learned from the people of Wayanad. അതാണ് ഞാൻ വയനാട്ടിലെ ജനങ്ങളിൽ നിന്ന് പഠിച്ചത്. അതാണ്. That's why I'm wearing this t-shirt. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ടീഷർട്ട് ഇട്ടിരിക്കുന്നത്. You see, so that everybody can see what I learned from you. അതുകൊണ്ട് എന്തിനാണ് ഈ ടീഷർട്ട് ഇരിക്കുന്നതെന്ന് അറിയാം? ഞാൻ വയനാട്ടിലെ ജനങ്ങളിൽ നിന്ന് എന്താണ് പഠിച്ചതെന്ന് എല്ലാവരും കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ടീഷർട്ട് So ഇട്ടിരിക്കുന്നത്. she is my little sister. ഇത് എന്റെ കൊച്ചനുജത്തിയാണ്. Afterwards, if she succeeds in the election here, which I'm sure she will, she'll be a member of parliament. ഇവിടുത്തെ ഇലക്ഷനിൽ എനിക്ക് ഉറപ്പുണ്ട്, ഈ ഇലക്ഷനിൽ വിജയിച്ച ശേഷം നിങ്ങളുടെ ജനപ്രതിനിധി ആയിരിക്കും എന്റെ അനുജത്തി. Then maybe publicly I won't call her my little sister. അതിനുശേഷം ഞാൻ പൊതുവിൽ വന്നിട്ട് ഞാൻ എന്റെ കൊച്ചനുജത്തി എന്ന് വിളിക്കില്ല. But my relationship with her is that of a little sister. പക്ഷേ എനിക്ക് എന്റെ സഹോദരിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു കൊച്ചനുജത്തിയോടുള്ള ബന്ധമാണ്. So I know her quite well. അത് എനിക്ക് എന്റെ അനുജത്തി വളരെ നന്നായി അറിയാം. I've seen through difficult times, through good times, bad times, I've seen how she behaves. ബുദ്ധിമുട്ടുള്ള സമയത്ത്, നല്ല കാലത്ത്, മോശം കാലത്തൊക്കെ എങ്ങനെയാണ് എൻ്റെ സഹോദരി പെരുമാറുന്നതെന്ന് എനിക്കറിയാം. I see how she's brought up her children. എങ്ങനെയാണ് എൻ്റെ സഹോദരി അവരുടെ കുട്ടികളെ വളർത്തിയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. So I know her quite well. എനിക്ക് എൻ്റെ സഹോദരി വളരെ നന്നായിട്ട് അറിയാം. I can confidently say I know her. Maybe one other person in the world knows her better than me. Pardon? Maybe one other person in the world, my mother, knows her better than me. ഓക്കെ, ഈ ലോകത്ത് എൻ്റെ അമ്മയ്ക്ക് എന്നെക്കാളും നന്നായി അറിയാവുന്ന മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ സഹോദരിയാണ്. So I can tell you that she's going to be an excellent member of parliament for Wayanad. എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും, നിങ്ങളുടെ ഏറ്റവും മികച്ച ഒരു പാർലമെന്റ് ജനപ്രതിനിധി ആയിരിക്കും എൻ്റെ സഹോദരി എന്ന് പറയാൻ സാധിക്കും. Before she came to Wayanad, I told her, listen, you don't understand where you're going right now. ഞാൻ എൻ്റെ സഹോദരി വയനാട്ടിൽ വരുന്നതിന് മുമ്പ് ഞാൻ സഹോദരിയോട് പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഇപ്പൊ മനസ്സിലായിട്ടില്ല നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. You don't know the place where you're going. ഏത് സ്ഥലത്തേക്കാണോ പോകുന്നത് ആ സ്ഥലം നിനക്ക് അറിയില്ല എന്ന് ഞാൻ എൻ്റെ സഹോദരിയോട് പറഞ്ഞു. You don't know the people you're going to see. നിങ്ങളെ കാണാൻ പോകുന്ന ആളുകളെ നിങ്ങൾക്ക് അറിയില്ല എന്ന് ഞാൻ എൻ്റെ സഹോദരിയോട് പറഞ്ഞു. And I told her also, you please understand that when you go to fight the election campaign, you will find
that it will be the most enjoyable thing you've done. ഞാൻ അത് മാത്രമല്ല എൻ്റെ സഹോദരിയോട് പറഞ്ഞു, തെരഞ്ഞെടുപ്പിന് നിന്ന് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ആസ്വദിക്കുന്ന സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും അത് എന്ന് ഞാൻ പറഞ്ഞു. It will not be like a regular election campaign. It will be something completely different. സാധാരണ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം പോലെ ആയിരിക്കില്ല ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം. തീർത്തും വ്യത്യസ്തമായ ഒരു പ്രചരണമായിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. You will feel like you are going to your mother's house or to your brother's house. I told her that. ഇവിടെ വരുമ്പോൾ ഞാൻ എൻ്റെ അനുജത്തിയോട് പറഞ്ഞു, നിനക്ക് തോന്നാൻ പോകുന്നത് അങ്ങോട്ട് പോകുമ്പോൾ അമ്മയുടെ വീട്ടിൽ പോകുന്ന പോലെ തോന്നും, അല്ലെങ്കിൽ സഹോദരന്റെ വീട്ടിൽ പോകുന്ന പോലെ തോന്നും. Meaning this is not a political mission that you are going on. ഇപ്പൊ അവിടെ ചെയ്യുന്നത്, നീ അവിടെ പോകുന്നത് ഒരു രാഷ്ട്രീയ ദൗത്യവുമായിട്ടല്ല എന്നാണ് ഞാൻ എൻ്റെ സഹോദരിയോട് പറഞ്ഞത്. You are going to meet your family. നീ എൻ്റെ സഹോദരി അവിടേക്ക് പോകുന്നത് സ്വന്തം കുടുംബം ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നാണ് ഞാൻ എൻ്റെ സഹോദരിയോട് പറഞ്ഞത്. And she understood that the moment I said it. ഞാനത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ സഹോദരിക്ക് അത് മനസ്സിലായി. That's why in the speech she said, I have never fought an election campaign like this. അതുകൊണ്ടാണ് പ്രസംഗത്തിൽ എൻ്റെ സഹോദരി പറഞ്ഞത്, ഇതുപോലത്തെ ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഞാൻ ഇതുവരെ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. She's fought many campaigns, huh? പല പ്രചരണത്തിന് എൻ്റെ സഹോദരി പോയിട്ടുണ്ട്. She's fought for my father, for my mother, for me. എൻ്റെ അച്ഛന് വേണ്ടി, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഒരുപാട് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. I think since 1998 she has been campaigning. 1989 മുതൽ എൻ്റെ സഹോദരി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ്. So how many years is that? 40 years? For 35 years she's been campaigning, but she's never been the MP. 35 വർഷങ്ങളായി എൻ്റെ സഹോദരി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ്, പക്ഷേ ഇതുവരെ പാർലമെന്റിലെ ഒരു ജനപ്രതിനിധി ആയിട്ടില്ല. Most people they campaign 2 or 3 times, they say I want to be the MP. കൂടുതൽ ആളുകൾ എന്താ ചെയ്യുന്നത്, 2 or 3 പ്രാവശ്യം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ട് പറയും എനിക്ക് MP ആവണം, പാർലമെന്റ് അംഗമാവണം. So I'm confident that your main issues, medical college, night traffic ban, these main issues of yours, man-animal conflict, she's the most sensitive person to understand them and to work with you on them. നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, നിങ്ങളുടെ മെഡിക്കൽ കോളേജ്, മനുഷ്യ വന്യജീവി സംഘർഷം, അതുപോലെ രാത്രി യാത്രാ നിരോധനം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഏറ്റവും വികാരത്തോടു കൂടി മനസ്സിലാക്കാനും പരിഹരിക്കാൻ പറ്റുന്ന ആളാണ് എൻ്റെ സഹോദരി എന്ന് എനിക്ക് ഉറപ്പുണ്ട്. And of course I've already said to you that Wayanad is the only constituency, not only in India but in anywhere in the world, that has 2 members of parliament. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വയനാട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ 2 പാർലമെന്റ് അംഗങ്ങളുള്ള ഒരേ ഒരു പാർലമെന്റ് മണ്ഡലമാണ്. You have one unofficial member of parliament. നിങ്ങൾക്കൊരു അനൗദ്യോഗിക ജനപ്രതിനിധിയുണ്ട്. And hopefully you will have one official member of parliament. നിങ്ങൾക്ക് അടുത്ത ഒരു ഔദ്യോഗിക പാർലമെന്റ് പ്രതിനിധി ഇവിടെ ഉണ്ടാകും. So you will see both of us raising Wayanad's issues in parliament. You'll see both of us fighting for your issues in parliament. ഞങ്ങൾ രണ്ടുപേരും വയനാടിന്റെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉയർത്തുന്നത് കാണും. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് വയനാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പോരാടുന്നത് നിങ്ങൾ കാണും. I'd like to once again thank you for the tremendous love and affection that you have always shown me. നിങ്ങൾ എനിക്ക് എല്ലായ്പ്പോഴും തന്നിട്ടുള്ള വളരെ വലിയ അതിരില്ലാത്ത സ്നേഹത്തിന്, ഇഷ്ടത്തിന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറയുകയാണ്. And I told my sister this morning that I want her to take up one challenge. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ അനുജത്തിയോട് പറഞ്ഞു, ഒരു വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഇന്ന് രാവിലെ ഞാൻ എൻ്റെ അനുജത്തിയോട് പറഞ്ഞു. In 5 years. 5 കൊല്ലങ്ങൾ കൊണ്ടാണ് ആ വെല്ലുവിളി. That Wayanad's name should be recognizable as a tourist destination, not only in India but in the entire world. ആ വെല്ലുവിളി എന്താണെന്ന് അറിയാമോ? വയനാടിന്റെ പേര് ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ അറിയണം എന്ന വെല്ലുവിളി. And I will help her in whatever way to do this. അത് ചെയ്യാൻ ഞാൻ എൻ്റെ അനുജത്തെ എനിക്ക് കഴിയാവുന്ന എല്ലാ വിധത്തിലും ഞാൻ സഹായിക്കും. Thank you very much, and I hope all of you will support my sister and make her win with a thumping majority. വളരെയധികം നന്ദി. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും എൻ്റെ സഹോദരിയെ പിന്തുണയ്ക്കുമെന്ന്, വൻപിച്ച ഭൂരിപക്ഷത്തിൽ എൻ്റെ സഹോദരിയെ വിജയിപ്പിക്കുമെന്ന്. നന്ദി.
ദേശീയ